നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എന്നൂര് പൈതൃക ടൂറിസം പദ്ധതിയിൽ ആദിവാസികളെ തഴയുന്നുവെന്ന ആക്ഷേപം. ലക്ഷ്യമിട്ടത് പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം. സമരത്തിനൊരുങ്ങി വയനാട്ടിലെ ആദിവാസി സംഘടനകൾ. മഹാപ്രളയത്തിൽ തകർന്ന ഇടുക്കി തങ്കമണി മഠംപടി ഇരുകൂട്ടി റോഡ് പുനർനിർമ്മിച്ചില്ല. കുഴികൾ നിറഞ്ഞ റോഡിൽ ഗതാഗതം ദുഷ്കരം. പ്രതിഷേധവുമായി നാട്ടുകാർ. കണക്ക് പഠനം എളുപ്പമാക്കാൻ കുട്ടിക്കട ഒരുക്കി കാസർഗോഡ് ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂൾ. കടയുടെ പ്രവർത്തനം വിദ്യാർത്ഥികളുടെ നിയന്ത്രണത്തിൽ. പരിസ്ഥിതി ചൂഷണത്തിനെതിരെ വ്യത്യസ്ത ബോധവൽക്കരണവുമായി കോഴിക്കോട്ടെ കലാകാരൻ. തെയ്യക്കോലങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിത്രങ്ങളൊരുക്കി രാജേന്ദ്രൻ പുല്ലൂർ. വിശദമായി നോക്കാം. വയനാട്ടിലെ പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ എന്നൂര് പൈതൃക ടൂറിസം പദ്ധതിയിൽ വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളെ തഴയുന്നതായി പരാതി. CEO തസ്തികയിലേക്ക് പണിയ വിഭാഗത്തിൽ നിന്നുള്ള MBA ബിരുദധാരിയെ മാറ്റി നിർത്തി ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റൊരാൾക്ക് അവസരം നൽകുന്നതായാണ് ആരോപണം. റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് ജില്ലയിലെ ആദിവാസി സംഘടനകൾ. വയനാട് എന്ന പരിഗണന മറികടന്ന് ഇതര ജില്ലക്കാരന് അവസരം നൽകിയതായാണ് പരാതി. റാങ്ക് പട്ടികയിൽ വയനാട്ടിൽ നിന്നും പണിയ വിഭാഗത്തിൽ ഉൾപ്പെട്ടയാളെ രണ്ടാമതാക്കിയെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നുമാണ് ആരോപണം. പദ്ധതിയിലെ നിയമനങ്ങളിൽ തദ്ദേശീയരും അതിപിന്നാക്കം നിൽക്കുന്നവരുമായ പണിയ, അടിയ, കാട്ടുനായിക്ക, വേട്ടക്കുറുമ വിഭാഗങ്ങളോട് അവഗണന തുടരുകയാണെന്നും പരാതിയുണ്ട്. വയനാട് ജില്ലയിലെ വിദ്യാസമ്പന്നരായ ആളുകൾ ഉണ്ടായിട്ടും കേരളത്തിലെ മറ്റു ജില്ലയിലെ ഒരാളെയാണ് CEO ആയിട്ട് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ വിദ്യാസമ്പന്നരായ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റൊരു ജില്ലയിലുള്ള ആളെ ഉൾപ്പെടുത്തിയത് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പാനലിൽ MBA യോഗ്യതയുള്ള 4 പേരിൽ 2 പേർ വയനാട്ടിൽ നിന്നുള്ളവരാണ്. ഇതിലൊരാൾ പണി വിഭാഗത്തിൽ നിന്നുള്ളയാളും മറ്റൊരാൾ കുറിച്യ സമുദായാംഗവുമാണ്. അതിപിന്നോക്ക വിഭാഗം എന്ന നിലയിൽ പണിയ വിഭാഗത്തെ പരിഗണിക്കുന്നതിന് പകരം ഇതര ജില്ലക്കാരനെ പരിഗണിച്ചുവെന്നാണ് പരാതി. വിഷയമുയർത്തി എന്നൂരിന് മുന്നിൽ കാട്ടുനായിക്കൻ, അടിയൻ, പണിയൻ, ഊരാളി, വേട്ടക്കുറുമൻ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്താനാണ് സംഘടനയുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. ഇടുക്കി കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി മഠംപടി ഇരുകൂട്ടി റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. മഹാപ്രളയത്തിൽ തകർത്ത റോഡ് പുനർനിർമ്മിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. 2016 തങ്കമണി മഠംപടി ഇരുകുട്ടി റോഡ് നിർമ്മിച്ചത്. 3 കിലോമീറ്റർ ദൂരമുള്ള റോഡ് സഞ്ചാരയോഗ്യമായതിന് പിന്നാലെയാണ് മഹാപ്രളയമുണ്ടാകുന്നത്. ഇതോടെ റോഡ് പൂർണ്ണമായി തകർന്നു. 2019 കാലവർഷത്തിൽ റോഡിന്റെ ബാക്കി ഭാഗം കൂടി ഒലിച്ചുപോയി. ഈ ഓടയില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓട ഉണ്ടായിരുന്നെങ്കിൽ ആ വഴി അത്രയും പോകില്ലായിരുന്നു. അതുപോലെ തന്നെ കാലവർഷമൊക്കെ വരുമ്പോൾ ആ ഒഴുക്കും കാര്യങ്ങളും ഒക്കെ വന്നാണ് താഴേക്ക് ഒരു തരത്തിലും വണ്ടി ഇറങ്ങിപ്പോകില്ല. ഒരു 2 വീലർ പോലും ഇറങ്ങിപ്പോകില്ലാത്ത രീതിയിലാണ് ഈ വഴി കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഈ വഴിയിലേക്ക് ശ്രദ്ധ പതിയണമെന്നും ഈ വഴി നന്നാക്കി കിട്ടണമെന്നും സഞ്ചാരയോഗ്യമായി കിട്ടണമെന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ ഇതോടെ കാൽനടയാത്ര പോലും ദുഷ്കരമായെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ റോഡ് പൂർണ്ണമായും തകർന്ന് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ പുനർനിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയും വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റൊരു 10 ലക്ഷവും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി അടിമാലി ചീയപ്പാറയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യം. ജനത്തിരക്കുള്ള സന്ദർഭങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്കുൾപ്പെടെ പോലീസിന്റെ സഹായം ലഭ്യമാക്കാൻ ഔട്ട്പോസ്റ്റ് അനിവാര്യമെന്നും നാട്ടുകാർ പറയുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ സഞ്ചാരികളുടെ തിരക്കനുഭവപ്പെടുന്ന ഇടങ്ങളിലൊന്നാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. മൂന്നാറിലേക്കെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചീയപ്പാറയിലിറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കുക പതിവാണ്. സന്ദർശകർ ധാരാളമായി വന്നു തുടങ്ങിയതോടെ ചീയപ്പാറയിലും തിരക്ക് വർദ്ധിച്ചു. ഈ സാഹചര്യത്തിലാണ് വെള്ളച്ചാട്ടത്തിന് സമീപം മുൻപുണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നത്. വിദേശികളും ടൂറിസ്റ്റുകളൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ആ പാരപ്പറ്റിൻ്റെ മുകളിൽ കയറിയിരുന്ന് അവർ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നേരത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ അവിടുത്തെ ടൂറിസ്റ്റ് മറ്റേ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട ഗൈഡുകളൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കുന്നില്ല.
പക്ഷെ അവിടെ ഒരു പോലീസുകാരനെ അവിടെ ഡ്യൂട്ടിക്കിട്ടാൽ ട്രാഫിക് ബ്ലോക്ക് വരാണ്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കയറി നിൽക്കലോ അല്ലെങ്കിൽ ആ സൈഡിലേക്ക് ഇറങ്ങലൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കി ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. സന്ദർശകർ പലപ്പോഴും ദേശീയപാതയിലും പാതയോരത്തു നിന്നുമൊക്കെ അപകടകരമായ വിധത്തിൽ ചിത്രങ്ങൾ പകർത്താറുണ്ട്. സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ വാഹനങ്ങളും കൂടും. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ പോലീസ് ചെക്ക് പോസ്റ്റ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് പ്രവർത്തനം നിലച്ചു. കഴിഞ്ഞ ദിവസം ചീയപ്പാറ കരിങ്കൽക്കെട്ടിൽ നിന്നും താഴെ വീണ് ഒരാൾക്ക് അപകടം സംഭവിച്ചിരുന്നു. ന്യൂസ് 18 അടിമാലി. ഇടുക്കി പള്ളിവാസൽ 2ാം മൈലിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം. മൂന്നാറിലേക്കുള്ള പാതയിലാണ് 2ാം മൈൽ. നിലവിൽ വെയിലും മഴയുമേറ്റ് യാത്രക്കാർ വഴിയിൽ ബസ് കാത്തു നിൽക്കേണ്ട സ്ഥിതിയാണ്. മൂന്നാർ ഭാഗത്ത് നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും കല്ലാർ വഴി അടിമാലിക്കും ആനച്ചാൽ ഇരുട്ടുകാനം വഴി അടിമാലിക്കും തിരിയുന്ന ജംഗ്ഷനാണ് പള്ളിവാസൽ പഞ്ചായത്തിലെ 2ാം മൈൽ ജംഗ്ഷൻ. ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ നടപടി വേണമെന്ന ആവശ്യത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. വിനോദസഞ്ചാരികളും മറ്റ് ദീർഘദൂര യാത്രികരുമടക്കം 2ാം മൈൽ ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കാറുണ്ട്. ഇവർ നിലവിൽ വെയിലും മഴയും കൊള്ളേണ്ട അവസ്ഥയാണ്. 2ാം മൈൽ ജംഗ്ഷനിൽ നിലവിൽ വാഹനയാത്രികർക്കുള്ള വിശ്രമത്തിനും മറ്റുമായി ഒരു പിങ്ക് കഫേ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിന് സമീപത്ത് പാതയോരത്തെവിടെയെങ്കിലും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടി ഒരുക്കിയാൽ യാത്രക്കാർക്ക് ഏറെ സഹായകരമാകും. ന്യൂസ് 18 ഇടുക്കി. ന്യൂസ് 8 വേണ്ടി തൃശൂരിൽ നിന്നും VS സുനിൽകുമാർ, മുൻ കൃഷിമന്ത്രി. പാലക്കാട് പെരുമുടിയൂർ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന വഴി അടയ്ക്കാനുള്ള റെയിൽവേയുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു. പ്രദേശത്തെ കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ റെയിൽവേ പൊളിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചു. അടിപ്പാതയും ഓവർ ബ്രിഡ്ജും നിർമ്മിക്കുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനവും എങ്ങും എത്തിയില്ലെന്നും ആക്ഷേപമുണ്ട്. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും SLG LP സ്കൂളിലേക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് റെയിൽ മുറിച്ചുകടന്ന് എത്തുന്നത്. ഈ വഴി അടയ്ക്കാനാണ് റെയിൽവേയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ആളുകൾ നടന്നുപോയിരുന്ന വഴിയിലെ കോൺക്രീറ്റ് പടികൾ പൊളിച്ചു. വഴിയടയ്ക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ പ്രവൃത്തി താൽക്കാലികമായി നിർത്തി. റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നമുക്ക് കുട്ടികൾക്ക് കടക്കാൻ റെയിൽവേ കടക്കാൻ ഉള്ള സ്റ്റെപ്പ് പൊളിച്ചു മാറ്റുന്നൊരു സ്ഥിതി ഉണ്ടായത്. ഞങ്ങൾ PTA കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആയതിനാൽ ഞങ്ങൾ വന്ന് അവരോട് തൽക്കാലം നിർത്താൻ പറഞ്ഞ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് തലക്കേലം ഒരു സൈഡ് മാത്രമാണ് പൊളിച്ചിട്ടുള്ളത്. ഇത് അറിയാൻ കഴിഞ്ഞത് പാലക്കാട് മുതൽ മംഗലാപുരം വരെ റെയിൽവേ ലൈനിലേക്ക് വരുന്ന എല്ലാ വഴികളും റെയിൽവേ അടക്കാൻ തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാലയത്തിലുള്ള ഈ വഴിയും അടക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രദേശത്തെ LP സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി 2500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം പേരും ഇതുവഴിയാണ് സ്കൂളിലെത്തുന്നത്. വിദ്യാർത്ഥികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ട്രെയിൻ തട്ടി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. റെയിൽവേ ഫുട് ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ അടിപ്പാത നിർമ്മിക്കണമെന്നൊക്കെ മാറി മാറി വന്ന സർക്കാരുകളും MLAയും MPയും ഒക്കെ പറഞ്ഞെങ്കിലും എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി. കഴിഞ്ഞ വർഷം ഇതുപോലെ ഓങ്ങല്ലൂരിൻ്റെ കുട്ടി പരീക്ഷയുടെ കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നു പോയപ്പോൾ അന്ന് മരണപ്പെട്ടു. അതല്ലാതെ പരിസരവാസികളോ മുമ്പ് പഠിച്ചിരുന്നവരോ ഇന്നേ ഒരു അപകടം ഇവിടെ വരുത്തിയിട്ടില്ല. 2 ലൈൻ ആയപ്പോൾ വണ്ടികളുടെ എണ്ണം കൂടി, വേഗത കൂടി. അതുകൊണ്ട് ആൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അതിനുണ്ടായിട്ടുണ്ട്. എങ്കിലും ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ് റെയിൽവേ അടിപ്പാത വേണമെന്നത്. MP പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട്, MLA പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട്, സ്കൂൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്, പഞ്ചായത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അടിപ്പാത എന്നത് നടപ്പിലാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് നടന്നു വരുന്നത്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചുകൊണ്ട് നിരവധി പരാതികൾ ജനങ്ങളുടെയും PTAയുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുക്കാൻ ആവശ്യമായ ശ്രമം നടത്തിയിട്ടുണ്ട്. നടന്നു വരുന്ന ഇടയ്ക്കാണ് ഇന്നലെ ഇങ്ങനെ ഒരു റെയിൽവേയുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായത്. ഈ വഴി അടയ്ക്കുന്നതോടെ പട്ടാമ്പി, തൃത്താല, പള്ളിപ്പുറം ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൻ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കണം. ബസ് റൂട്ടില്ലാത്തതിനാൽ കാൽനടയായി വേണം സഞ്ചരിക്കാൻ. പെരുമുടിയൂർ ഭാഗത്തുള്ള ജനങ്ങളും പട്ടാമ്പി നഗരത്തിലെത്താനും ബസ് സ്റ്റോപ്പിലെത്താനും ആശ്രയിക്കുന്നത് ഈ വഴിയാണ്. വഴി അടയ്ക്കുന്നതോടെ ഒരു ഗ്രാമം ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ന്യൂസ് 18 പട്ടാമ്പി.
വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ ആഘോഷങ്ങൾക്ക് ഒരുങ്ങി മൂന്നാർ മേഖല. ഇന്നു മുതൽ 3 ദിവസമാണ് തമിഴ് ജനത തിങ്ങിപ്പാർക്കുന്ന ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ ആഘോഷം നടക്കുന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ ഇത് ഒരാഴ്ച നീളും. മനപ്പൊങ്കൽ, മാട്ടുപൊങ്കൽ, കാണും പൊങ്കൽ എന്നീ ആഘോഷമാണ് സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. ഇന്നു മുതൽ 22 വരെയാണ് ഉത്സവം നടക്കുന്നത്. ഇതിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി സജീവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മന്ത്രി MP രാജേഷ് ഉത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഇക്കൊല്ലം മുതൽ ക്ഷേത്രം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കും. സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കൊടിയേറ്റം നടക്കും. ഉത്സവ ദിവസങ്ങളിൽ വിപുലമായ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും. ദേശത്തിന്റെ ദൈവങ്ങളാണ് തെയ്യമെന്നാണ് സങ്കല്പം. ആ തെയ്യക്കോലങ്ങളുടെ പശ്ചാത്തലത്തിൽ വരും കാലത്തിന്റെ ആശങ്കകളെ ആവിഷ്കരിക്കുകയാണ് ചിത്രകാരനായ രാജേന്ദ്രൻ പുല്ലൂർ. വികസനത്തിനായും അല്ലാതെയും പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ചിത്രങ്ങളിലൂടെയുള്ള ഈ ബോധവൽക്കരണം. രാജേന്ദ്രൻ പുല്ലൂരിന്റെ ചിത്രങ്ങളെല്ലാം പറയുന്നത് പ്രകൃതിയെക്കുറിച്ചാണ്. കാലം വരുത്തിവെക്കുന്ന വിനകളോരോന്നും തെയ്യക്കോലങ്ങളിലൂടെയാണ് രാജേന്ദ്രൻ അവതരിപ്പിക്കുന്നത്. ഗെയിൽ പൈപ്പുകൾക്കിടയിൽ പ്രകൃതിയുടെ നഷ്ടം താങ്ങാതെ തോൾ ചെരിച്ച് മൂർത്തിഭാവമായി മാറുന്ന കൈതച്ചാമുണ്ടി, പരിസ്ഥിതി നാശം സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം പിൻവാങ്ങുന്ന തെയ്യക്കാർ, കോൺക്രീറ്റ് കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന കാൽച്ചിലമ്പ് എന്നിങ്ങനെയാണ് ചിത്രങ്ങൾ. ഓരോ ചിത്രവും പരിസ്ഥിതി നാശത്തിന്റെ ആഘാതം എങ്ങനെയാണ് വരുംകാലത്തെ ബാധിക്കുകയെന്നാണ് പറയുന്നത്. നമ്മുടെ കാവുകളും മരങ്ങളും ഒക്കെ വികസനത്തിന്റെ പേരിൽ വെട്ടിമാറ്റപ്പെടുകയും അത് വലിയ ഒരു പ്രകൃതിക്ക് എതിരായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് എൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഈ ചിത്രങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതാണ് ഞാൻ ഈ ചിത്രത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. വടകര കജിഗാഡ് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനത്തിൽ 40 ചിത്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എഴുത്തുകാരനും ചിത്രകാരനുമായ ഡോക്ടർ സോമൻ കടലൂരാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രദർശനം ജനുവരി 18 വരെ നീണ്ടു നിൽക്കും. ന്യൂസ് 18 വടകര. ഇടുക്കിയിൽ നിന്നും ഡീൻ കുര്യാക്കോസ് MP, ന്യൂസ് 18 വേണ്ടി. വിജയതീരം പദ്ധതിയുടെ വർക്ക് ബുക്ക് പ്രകാശനം ചെയ്തു. SSLC വിദ്യാർത്ഥികൾക്ക് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഉറപ്പുവരുത്തുന്നതിനായുള്ള പദ്ധതിയാണിത്. മലപ്പുറം കാളികാവ് ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകും. പരീക്ഷയെ നേരിടാൻ മനോധൈര്യവും നൽകും. ഇതാണ് വിജയതീരം പദ്ധതി കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. പഠനത്തിൽ ഉന്നത നിലവാരത്തിലെത്തിക്കാനായി കൃത്യമായി കുട്ടികളുടെ പഠന നിലവാരം മോണിറ്റർ ചെയ്യും. കാളികാവ് പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അഞ്ചച്ചവടി ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ AP അനിൽകുമാർ MLA വിജയതീരം പദ്ധതിയുടെ വർക്ക് ബുക്ക് പ്രകാശനം ചെയ്തു. പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കംപ്ലീറ്റ് സ്റ്റഡി എന്നുള്ള ഒരു മോഡിലേക്ക് നമ്മൾ വിദ്യാർത്ഥികളെ എത്തിക്കും. അതാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ വിജയതീരം 2023-24 വർഷത്തെ പദ്ധതി. ഇതിലൂടെ നമ്മൾ സ്റ്റുഡൻസിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മളൊരു സ്റ്റുഡൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ബുക്കും നമ്മൾ ഇതിനോടകം പുറത്താക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ SSLCക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്രാഷ് കോഴ്സ്, മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവയും നടത്തും. ന്യൂസ് 18 മലപ്പുറം. കാർഷിക കേരളം. കാർഷിക സർവകലാശാലയുടെ കാസർഗോഡ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ട്രൈക്കോഗ്രമ മിത്രകീട മുട്ടകൾ കർഷകർക്ക് ലഭ്യമായി തുടങ്ങി. നെൽച്ചെടിയിലുണ്ടാകുന്ന തണ്ടുതുരപ്പൻ, ഓലച്ചുരുട്ടിപ്പുഴു എന്നിവയ്ക്കെതിരെയാണ് ഈ മിത്രകീടത്തെ ഉപയോഗിക്കുന്നത്. പട്ടാമ്പിയിലും തൃശൂരിലും മാത്രം ലഭിച്ചിരുന്ന ട്രൈക്കോഗ്രമ ഇനി മുതൽ കർഷകർക്ക് പിലിക്കോടും ലഭ്യമാകും. രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ ശത്രുകീടങ്ങളെ തുരത്താൻ സാധിക്കുന്നു എന്നതാണ്
ട്രൈക്കോഗ്രമയെ കർഷകർക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. നെൽപ്പാടങ്ങളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന മുട്ടക്കാടുകളായിട്ടാണ് ഇവ വാങ്ങാൻ കിട്ടുക. മുട്ടയിൽ നിന്ന് പുറത്തുവരുന്ന പരാദജീവികളുടെ പുഴുക്കൾ ശത്രുവിന്റെ മുട്ടകളെ തിന്നു നശിപ്പിക്കുന്നു. ഇങ്ങനെ കീടനാശിനികൾ ഒന്നും പ്രയോഗിക്കാതെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ശത്രുകീടങ്ങളെ നശിപ്പിക്കാൻ ഇവ വളരെയധികം ഫലപ്രദമാണ്. രണ്ടുതരപ്പം പുഴുവിനും ഇലചുരുട്ടി പുഴുവിനും എതിരെ ഉപയോഗിക്കുന്ന മിത്രകീടമാണ് ട്രൈക്കോഗ്രമ എന്ന കടന്നൽ വിഭാഗത്തിൽപ്പെടുന്ന ജീവി. ട്രൈക്കോഗ്രമ സാധാരണഗതിയിൽ ജീവിക്കുന്നത് അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത് മുട്ടകളിലാണ്. ശത്രുകീടങ്ങളുടെ മുട്ടകൾ കിട്ടിയാലാണ് അതിന് ഭക്ഷണമാകുന്നത്. അപ്പം നമ്മുടെ ഇലചുരുട്ടി പുഴുവിൻ്റെയും തണ്ടുതുരപ്പിൻ്റെയും മുട്ടകൾ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് ഇത് തിന്നുന്നതാണ് സാധാരണഗതിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടന്നലുകളുടെ കുടുംബത്തിൽപ്പെട്ട ഇവ പ്രകൃതിയ വിളകൾക്കൊപ്പം ഉണ്ടെങ്കിലും ശത്രുകീടങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇവ പര്യാപ്തമല്ലാതെ വരും. അത് മറികടക്കാനാണ് ട്രൈക്കോഗ്രമയെ കൃത്രിമമായി വളർത്തിയെടുക്കുന്നത്. കീടശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി നിശാലക്ഷ്മിയാണ് മുട്ടക്കാടുകളുടെ ഉൽപാദനത്തിന് നേതൃത്വം നൽകുന്നത്. പിലിക്കോട് കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ആദ്യ ട്രൈക്കോഗ്രമ മുട്ടക്കാടിന്റെ ഔപചാരിക വിതരണം നിർവഹിച്ചു. ന്യൂസ് 18 പിലിക്കോട്. സുസ്ഥിര തൃത്താല കർമ്മ പദ്ധതിയുടെ ഭാഗമായി പ്രദർശനത്തോട്ടം കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാടം പാടശേഖരത്തിൽ നടന്ന കൊയ്ത്തുത്സവം മന്ത്രി എം. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിരത തൃത്താലയുടെ ഭാഗമായി മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രാരംഭഘട്ടത്തിൽ തെരഞ്ഞെടുത്തിട്ടുള്ള 8 സൂക്ഷ്മ നീർത്തടങ്ങളിലായി 2 കോടി രൂപയുടെ മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. മണ്ണ് പരിവേഷണ വിഭാഗം നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് ചെയ്ത പ്രദർശനത്തോട്ടത്തിലെ കൊയ്ത്തുത്സവം പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടോപ്പാടം പാടശേഖരത്തിൽ മന്ത്രി എം. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. മാർച്ചിനുള്ളിൽ കഴിയുന്നത്ര സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരണം. അതിന് ഇപ്പോൾ അവർക്കുള്ള ഒരു അകൽച്ച, കൃഷിയോടുള്ള അസ്പൃശ്യത നമുക്ക് മാറ്റാൻ കഴിയണം. അതിന്റെ ഭാഗമായിട്ടാണ് 5 സ്കൂളുകളിലേക്ക് പച്ചക്കറി തൈ നട്ട ചെടിച്ചട്ടി വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളാണ്. മണ്ഡലത്തിൽപ്പെട്ട 8 പഞ്ചായത്തുകളിലായി ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ 1 ലക്ഷം തെങ്ങിൻ തൈ നടീൽ, മാലിന്യമുക്ത തൃത്താല ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ, പൊതുകുളം, കൃഷിക്കുളം, മഴക്കുഴി, കമ്പോസ്റ്റ് പിറ്റ് നിർമ്മാണം, കിണർ റീചാർജിംഗ്, പച്ചത്തുരുത്തുകൾ, മണ്ണ് പരിശോധന എന്നീ പ്രവർത്തനങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി പുരോഗമിച്ചു വരികയാണ്. സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം, പച്ചക്കറി തൈ വിതരണം എന്നിവയും മന്ത്രി നിർവഹിച്ചു. തുടർന്ന് കാർഷിക സെമിനാറും നടന്നു. ജനപ്രതിനിധികളും കർഷകരും പങ്കെടുത്തു. ന്യൂസ് 18 പട്ടാമ്പി. കുട്ടികളെ കണക്ക് പഠിപ്പിക്കാൻ കാസർഗോഡ് ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂളിൽ തുടങ്ങിയ കുട്ടിക്കടയിൽ കച്ചവടം കെങ്കേമം. പൂർണ്ണമായും കുട്ടികളുടെ നിയന്ത്രണത്തിലാണ് കുട്ടിക്കടയുടെ പ്രവർത്തനം. സ്കൂളിനോട് ചേർന്ന് ഒരു കൊച്ചുകട. അവിടെ കച്ചവടക്കാരും ആവശ്യക്കാരുമെല്ലാം കുട്ടികളാണ്. നോട്ടുകളും നാണയങ്ങളും കൈമാറി നേരനുഭവങ്ങളിലൂടെ കണക്ക് പഠിക്കുകയാണ് ചന്തേര ഇസത്തുൽ ഇസ്ലാം ALP സ്കൂളിലെ കുട്ടികൾ. ഗണിത ക്ലബിന്റെ നേതൃത്വത്തിൽ 6 മാസം മുൻപാണ് കട തുറന്നത്. ഇതുവരെ 30,000 രൂപയുടെ വിറ്റുവരവാണ് നടന്നത്. പെൻസിൽ, റബ്ബർ, നോട്ട് പുസ്തകം, ക്രയോൺസ്, ചാർട്ട്, കളറിംഗ് ബുക്ക് എന്നിവയെല്ലാം കടയിലുണ്ട്. എല്ലാ കുട്ടികൾക്കും അവസരം കിട്ടുന്ന വിധത്തിൽ ഗ്രൂപ്പ് വഴി ചുമതല കൊടുത്ത് രാവിലെ വരുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും, പെൻസില്, പുസ്തകം, പെന്ന്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുട്ടികളുടെ കടയിൽ തന്നെ കിട്ടുന്നുണ്ട്. ലാഭം ലക്ഷ്യമാക്കി അല്ലാത്തതിനാൽ തൊട്ടടുത്ത കടകളിലെ വില തന്നെയാണ് സാധനങ്ങൾക്ക്. നോട്ടുകളും നാണയങ്ങളും നേരിട്ട് കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഗണിതം രസിച്ചു പഠിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം.
സ്കൂൾ പ്രവൃത്തി പരിചയ ക്ലബ്ബ്, അമ്മക്കൂട്ടം എന്നിവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സോപ്പുകളും കടയിലുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളുടെ കട സത്യസന്ധതയുടെ കടയായും പ്രവർത്തിക്കുന്നു. അന്ന് കച്ചവടക്കാരില്ല. എടുക്കുന്ന സാധനത്തിന് തുക കുട്ടികൾ തന്നെ പെട്ടിയിൽ നിക്ഷേപിക്കുകയും ബാക്കി എടുക്കുകയും ചെയ്യും. രാവിലെ 9:30 മുതൽ 10 വരെയാണ് കടയുടെ പ്രവർത്തനം. ന്യൂസ് 18 പിലിക്കോട്. ന്യൂസ് 18 വേണ്ടി ജി ശ്രീജിത്തിനൊപ്പം മാണി സി കാപ്പൻ MLA. പാലക്കാട് പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ നവീകരണം പുരോഗമിക്കുന്നു. പോക്കുപടി മുതൽ വാടാനംകുറിശി വരെ ടാറിംഗ് ആരംഭിച്ചു. മേഖലയിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ലെവലിംഗ് പൂർത്തിയായ ഭാഗങ്ങളിലാണ് ടാറിംഗ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വാടാനാംകുറിശി മുതൽ പോക്കുപ്പടി വരെ ടാറിംഗ് ആരംഭിച്ചു. രാത്രിയും പകലും ഒരുപോലെ പ്രവൃത്തി നടക്കുന്നുണ്ട്. പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചാണ് ടാറിംഗ്. നിലവിൽ വാടാനാംകുറിശി വില്ലേജ് മുതൽ പോക്കുപ്പടി വരെയുള്ള 1300 മീറ്റർ പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ടാറിംഗിന്റെ ഭാഗമായി 4 ദിവസം പാതയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 85 കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ഖാദിമുക്ക് വിദ്യാതരംഗിണി സ്കൂൾ റോഡിൽ അശാസ്ത്രീയ നിർമ്മാണമെന്ന പരാതി. നാവക്കാരി ഭാഗത്ത് മഴ പെയ്തതോടെ വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമായി. ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലെ പ്രധാന റോഡാണ് ഖാദിമുക്ക്. വിദ്യാതരംഗിണി സ്കൂൾ റോഡ് ടാറിംഗ് നടത്താനായി എസ്റ്റിമേറ്റ് എടുക്കുന്ന ഘട്ടത്തിൽ പ്രദേശവാസികൾ റോഡ് ഉയർത്തി വെള്ളമൊഴുകിപ്പോകുന്ന രീതിയിൽ പ്രവൃത്തി നടത്തണമെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മഴ പെയ്തതോടെ ചെറുവാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഇതുവഴിയുള്ള യാത്ര ദുരിതമാവുകയാണ്. ഇതിലൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സഹായമില്ലാതെ നടന്നു പോകാൻ കഴിയില്ല. ഇപ്പം ഡയാലിസും കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ട് ഇതിലൂടെ നടന്നു പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതിലൂടെ ഒരു വണ്ടിയോ ഇവിടെ വരില്ല. നടന്ന് അവിടം വരെ 2 ആൾ പിടിച്ചിട്ട് എന്നെ കൊണ്ടുപോകണം. ഇതാണ് എൻ്റെ അവസ്ഥ. ഇത് എൻ്റെ അവസ്ഥ മാത്രമല്ല, ഇത് ഈ നാട്ടിലുള്ള പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും അവസ്ഥയാണ്. പ്രതിഷേധം ശക്തമായതോടെ അധികൃതർ ക്വാറി വേസ്റ്റ് ഇട്ട് റോഡിലൂടെ നടന്നു പോകാൻ വഴിയുണ്ടാക്കിയെങ്കിലും വലിയ കല്ലുകൾ വെള്ളത്തിലേക്ക് വീണതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. ഈ വഴി 2 വർഷമായി ഇങ്ങനെ കിടക്കുന്നു. ഞങ്ങൾ പഞ്ചായത്തിൽ എല്ലാം പരാതിപ്പെട്ടതാണ്. പക്ഷേ ഒരു ആക്ഷനും ഇതുവരെ ഇല്ല. വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഈ വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ പൊടി പാറും. ഈ ജീവൻ ആ വെള്ളത്തിൻ്റെ പൈപ്പിട്ട് മുഴുവൻ പൊടി ഊറിക്കിടക്കുക. ഇരുവശങ്ങളിൽ കൂടി വെള്ളമൊഴുകിപ്പോകുന്ന രീതിയിൽ ഉയർത്തി വെള്ളക്കെട്ടിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പുശേഖരണം നടത്തി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊയിലാണ്ടി. കൊച്ചിയിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റ് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ്. കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി 400ഓളം കരകൗശല തൊഴിലാളികളും സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. മുള കൊണ്ടും മുള അധിഷ്ഠിതമായും എന്തെല്ലാം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമാണ് ഈ കാഴ്ചകൾ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മൈതാനത്ത് നടക്കുന്ന സംസ്ഥാന ബാംബു മിഷൻ പ്രദർശനം കൗതുകങ്ങളുടെ കലവറയാണ്. മുള കൊണ്ടുള്ള പൂക്കൾ മുതൽ ഫർണിച്ചർ വരെ നീളുന്ന നിര, മുളയരി, മുളക്കൂമ്പ് എന്നിവയിൽ നിർമ്മിച്ച വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ, ഇതെല്ലാം സന്ദർശകർക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്നു. മുള കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികൾ തത്സമയം മനസ്സിലാക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും വിപണന സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനും മേളയിൽ അവസരമൊരുക്കിയിട്ടുണ്ട്. ഈ ഫെസ്റ്റിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ. ജപ്പാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതുകൂടാതെ കേരളത്തിൽ നിന്ന് 350 പരം ആർട്ടിസാൻസും കേരളത്തിൻ്റെ പുറത്ത് 12 സംസ്ഥാനങ്ങളിൽ നിന്നായി
75ഓളം ആർട്ടിസാൻസും പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഒരു പ്രോഡക്റ്റ് ഗാലറി ഉണ്ട്. എല്ലാ വർഷവും സംസ്ഥാന ബാംബു മിഷൻ ഈ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് NID-യുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ബാംഗ്ലൂരുമായി സഹകരിച്ചൊരു ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാ വർഷവും നടത്തും. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും 10-100 പ്രോഡക്ട്സ് പുതിയത് ബാംബുവിൽ നമ്മൾ നിർമ്മിക്കാറുണ്ട്. അതും ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ബാംബു മിഷൻ പരിശീലകർ രൂപകൽപ്പന ചെയ്ത വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബാംബു ഗാലറിയും വൈകുന്നേരങ്ങളിലെ മുളവാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സാംസ്കാരിക പരിപാടികളും മേളയെ കൂടുതൽ ആകർഷകമാക്കുന്നു. ബാംബു ഫെസ്റ്റ് 17 സമാപിക്കും. ന്യൂസ് 18 കൊച്ചി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ KB ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. ഈ പരിപാടി അയോധ്യ